പണ്ട് പണ്ട് ഒത്തിരി ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം ഒരു പെണ്ണിന് 4-5 ആണുങ്ങളും ഒരാണിന് 4-5 പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം. അതെങ്ങനെയുണ്ട്? മുണ്ടൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോ, പൂട്ടിയേ ആയുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണല്ലേ? നിങ്ങൾ കേട്ടോ, പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ്ങ് കലി കയറി. കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കല്ലേ, കഥ പറഞ്ഞിരുന്നാലോ? കുറച്ചുകൂടെ അങ്ങോട്ട് നീ കിടന്നേ. വേണ്ട കേട്ടോ, പിള്ളേരെ അപ്പുറത്തുള്ളതാ, അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല. ആന്റിക്ക് നീന്താൻ അറിയോ? എനിക്കും അറിയില്ല. പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്നാ നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അധികം കിടന്ന് കളിക്കണ്ട. കുളിച്ചു കയറും പിള്ളേരെ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവര് തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറെ, പിള്ളേരല്ലേ. ചേച്ചി എന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. ആ, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഞാനിവിടെ അടുത്താ താമസം. ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം. പിന്നെ അതെ, ഞാനും നമ്മുടെ മേജറുടെ അവിടെ വരെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ. ശരി, അകത്തേക്ക് പോയിക്കോളൂ. ആ, ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. ഓക്കെ. വിനുവിനറിയോ എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെയെങ്കിലും.
എരിവ് കൂടിപ്പോയി. കുറച്ച് പഞ്ചസാര ഇട്ടാ മതി. ദാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കഴുത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നല്ല രുചിയുണ്ട് ആന്റി. രുചിയുണ്ട്. അറിയില്ലെങ്കിലേ പറഞ്ഞാ പോരെ. മാറോടുന്ന പോടാ വെളിയില്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതല്ലേ നിങ്ങൾ ഓടിപ്പോന്നത്? കള്ളത്തമ്മാടികളും. ഇങ്ങോട്ട് തിരി. ആന്റി, ഈ മേജർ കാര്യമില്ലേ? ഓ, അയാളൊരു പ്രത്യേക സാധനമാണ്. ഭാര്യ നേരത്തെ മരിച്ചു. ഓമനിച്ച് വളർത്തിയ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളും പോയി. പിന്നെന്താ, ഒറ്റത്തടി, വേണ്ട പണവും. മനസ്സും അടുത്ത് പട്ടണവും പരിഷ്കാരവും വെറുത്ത് ഇപ്പതേ കാട്ടിലാ താമസം. ചില നേരത്തെ പ്രകൃതം കണ്ടാ തോന്നും വട്ടാണെന്ന്. അല്ല, അപ്പൊ അങ്ങേർക്കും വട്ടാ? നീ പോടാ കർക്ക. അതെയോ? അരിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ കൊണ്ടുവന്നേക്കണ് ഇതിലുണ്ട് കേട്ടാ. ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിന്റെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ്. 2-3 ചന്തയും പാലാണ് കഴിഞ്ഞോട്ടെ. പിന്നെ എന്തുണ്ട് കഥ നാട്ടിലെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷന്റെ താറ്റി. മനുഷ്യന്മാര് തമ്മില് കൊടിന്റെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിശേഷം. ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചെലിക്ക് എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിലൊന്ന് കൂടിയോ. പിന്നെ എന്താണ് വീടറുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അല്ല താത്തി, ഈ കുട്ടികൾ ഏതാണ്? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പിള്ളേരാ. അനിയും വിനു. എങ്ങാണ്ട് നിഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഊയിന്റെ പടച്ചോനെ, ഇത്രയും ചെറുപ്പത്തിലാ? ഇക്കണക്കിൽ ഇവര് വളർന്നു കഴിഞ്ഞാലത്തെ കാര്യാ. കൊള്ളാവുന്നോടത്തെയും പിള്ളേർ ആയിരിക്കും. ആളുകൾ അന്വേഷിച്ചു വന്ന് കൊല്ലാപ്പുണ്ടാക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയ്യോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാം. ഒന്ന് വെറുതെ ഇരിക്കും കാതറേ. താൻ എന്റെ പാട് നോക്ക്. ഇവരെന്റെ പിള്ളേരാ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ താൻ നാളെ ചന്തേന്ന് വരുമ്പോ ഇതാ ഇതിലെഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ടുവരണം. മറക്കണ്ട. കാതറിന് സന്ധ്യക്ക് മുമ്പ് അങ്ങ് എത്താനുള്ളതല്ലേ. നടന്നു. അയാള് പോലീസ് പറഞ്ഞു കൊടുക്കൂ വിനു? എനിക്കും അതാ പേടി. പറഞ്ഞു കൊടുക്കലെന്നാ തോന്നുന്നേ. ആന്റി, അയാൾക്കും പേടിയാ. മേജർക്ക് അറിഞ്ഞുകൂടായിട്ടാണ്. കുട്ടികൾ പുറപ്പെട്ടു പോയാല് വീട്ടിലുള്ളവരെ ചങ്കരിച്ചില് തമാശക്കാരിയാണ്. വേണ്ട കാതറി. ഞമ്മക്കിത് കേൾക്കുമ്പോഴാണ് താത്തി പിന്നെ പോട്ടേന്ന് വെക്കാം. പഠിപ്പും ലോകവിവരമുള്ള നിങ്ങളിങ്ങനെ ബുദ്ധിമോശം പറഞ്ഞാലോ? തേക്കി കാതിരി പറയണത് അതിന്റെ ശരി. ഞമ്മക്ക് ഈ കുട്ടികളെ പോലീസിൽ ഏൽപ്പിക്കാം. ഓറ്റാളെ വീട്ടിലെത്തിച്ചോ. കാതറി, കാതറിനറിയൂ ഞാനെന്താ നാടും വീടും വിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന്? എനിക്കൊരു മോളുണ്ടായിരുന്നു, സുമ. ഒറ്റ മോൾ. അവൾ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അവർ ഒളിച്ചോടിപ്പോയി. അന്വേഷിച്ചു പിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്റെ സുമമോള് അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പിറ്റേന്ന് അവൾ ആത്മഹത്യ ചെയ്തു.
കാതറിനറിയില്ല. സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കരുത്. അത് പാവമാണ്. ആ കുട്ടിയോള് സ്നേഹമായിട്ട് അവിടെ കഴിഞ്ഞോട്ടെ. നമ്മളായിട്ട് അവരെ പിരിക്കണ്ട. ബിനു, ഇത് കണ്ടോ? നിലത്തിടുന്നതാ. എന്താ അത്? ആന്റി പാവം, ദേ മുറിഞ്ഞിരിക്കണു. വല്ലാതെ നോന്നുണ്ടാവും. സാരമില്ല, മരുന്നരച്ചു പുരട്ട. മോളൂട്ടി മോക്കിതാ കൂടുണ്ടാക്കുന്നു. Come on, children. Come. എങ്ങനെയുണ്ട് ഈ കാട്? ആര് വന്ന് വിളിച്ചാലും ഇവിടെ വിട്ടു പോകരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഇവിടെ. വരൂ. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഓൾ റൈറ്റ്, വേണ്ടെങ്കിൽ വേണ്ട. നോ ഫോർമാലിറ്റീസ്. ഒളിച്ചോടി പോകുന്നതാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് പെട്ടത് നന്നായി. നാട്ടിലേക്കാളും മനസമാധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. കമോൺ. എന്താണിത്? ഇത് മലവേടന്മാർ പൂജ കഴിച്ചതിന്റെ ബാക്കിയാണ്. അതിനിവിടെ അമ്പലമുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് അവർ പൂജിക്കുന്നത്? മലവേടന്മാരുടെ ദൈവം ഈ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം ദൈവമോ? അതെ. ആദി മനുഷ്യൻ മുതൽ ശക്തിയെ ആരാധിച്ചു. തീയും വെള്ളവും പ്രപഞ്ചശക്തിയാണ്. ഈ വനഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. ഇത് കോപിച്ചാൽ ഈ കാടും ഇവിടുത്തെ സകല ജീവജാലങ്ങളും നശിക്കും. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തെ പ്രസാദിപ്പിക്കാൻ മലവേടന്മാർ ഇതിനെ ആരാധിക്കുന്നു. സാവകാശം ഉന്നമെടുത്ത് പഠിക്കണം, എന്നാലേ കിട്ടൂ. കാട്ടിൽ താമസിക്കാൻ ഇങ്ങനെ പലതും പഠിക്കാനുണ്ട്. ആദ്യം ഇവിടെ ചേച്ചിയും ഞാനും മാത്രമായിരുന്നു. പിന്നെ വല്ലപ്പോഴും വരുന്ന കാതൽ. ഇപ്പോൾ നിങ്ങളുമായി. വി ആർ ഗ്രോയിങ്. അങ്കിൾ, ഈ ആന്റി എന്താ എപ്പോഴും മുറിക്കാത്തിരുന്ന് തന്നെത്താൻ വർത്തമാനം പറയുന്നത്? ആന്റിക്ക് ആരുമില്ലേ? അതൊരു കഥയാണ് കുട്ടികളെ. ഞാനും കേട്ടിട്ടേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കോട്ടേജ്. ഒരു ദിവസം അവരുടെ ഭർത്താവ് നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചുപോയി. ഇപ്പോഴും അയാൾ ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ തോന്നൽ. മരിച്ചു എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാവുന്നില്ല. എ പെക്യൂലിയർ ടൈപ്പ്. പാവം ചേച്ചി. തുറന്ന മനസ്സാണ് അവരുടെ. കമോൺ വിനോദ്.
Sorry, say again. Come. ഇത്ര പെട്ടെന്ന് ഉറക്കമായോ? ഇന്ന് എന്ത് പറ്റി ഇത്ര വലിയ ക്ഷീണം? കള്ളൻ ഉറക്കം നടിച്ച് കിടക്കാണല്ലേ? പാവ ആന്റി ഇല്ല വിനു. ആ നിങ്ങൾ ഈ തന്ന ഉടുപ്പും സാമാനും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. പോയി മാറി എടുത്തോ. പിന്നെ ഇതാ അറ്റത്ത് കാതിർക്ക കുടിക്കില്ലേ? നമുക്ക് വേണ്ടപ്പ. നമുക്ക് കുടിച്ചവരെ കാണുന്നതാ രസം. നമ്മ കുടിച്ച അതിന്റെ രസം പോയി. എന്നാ കാതൊരു പാട്ട് പാടും, ഞങ്ങൾ കൂടി രസിക്കട്ടെ. നന്ന് പാട് കാതിർക്ക. ആര്? നമ്മളാ?